സ്നേഹമുള്ളവരെ, സ്പേസ് ചാനലിൻ്റെ വചന വിചിന്തന വേദിയിലേക്ക് സ്വാഗതം. കർത്താവിൻ്റെ പീഡാനുഭവത്തെയും മരണത്തെയും അനുസ്മരിക്കുന്ന ദുഃഖവെള്ളിയാഴ്ചയാണിന്ന്. നമുക്ക് ഓരോരുത്തർക്കും കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം സകല പാപങ്ങളും നീക്കി നമ്മെ വിശുദ്ധീകരിക്കുന്നു. ഇന്നേ ദിവസം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ അഭിഷേകത്താൽ പാപമോചനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 18-ഉം 19-ഉം വാക്യങ്ങളിൽ പറയുന്നു, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടത് പൊന്നോ വെള്ളിയോ കൊണ്ടല്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ, മറിച്ച് കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലെയുള്ള യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്താലാണ്. നമ്മുടെ ജീവൻ്റെ വിലയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലെ ബലി. വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നു, അവൻ്റെ മുറിവിനാൽ നാം സൗഖ്യമുള്ളവരായി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുറിവുകളാൽ സൗഖ്യമാക്കപ്പെട്ടവരാണ് നമ്മൾ. നമുക്ക് ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെയും കുരിശുമരണത്തെയും കുറിച്ച് ധ്യാനിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലേക്കുള്ള വഴി അത് സഹനത്തിൻ്റെ വഴിയായിരുന്നു, ക്ഷമയുടെ വഴിയായിരുന്നു, അത്ഭുതങ്ങളുടെ വഴിയായിരുന്നു, രക്ഷയുടെ വഴിയായിരുന്നു. കുരിശിൻ്റെ വഴിയിലെ 2-3 സംഭവങ്ങളെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് ധ്യാനിക്കാം. ക്ഷമയുടെ വലിയ അനുഭവം അത് രക്ഷയുടെയും അത് കുരിശിലെ അഭിഷേകത്തിൻ്റെയും വഴിയായി തീർന്നതിനെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ഒന്നാമത്തെ ക്ഷമയുടെ അനുഭവം നമ്മൾ കാണുക. കർത്താവായ ഈശോ തൻ്റെ 3 പ്രധാന ശിഷ്യന്മാരെയും കൂട്ടി, പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി ഗെത്സമേൻ തോട്ടത്തിൽ അല്പം മുന്നോട്ട് പോയി അവരുടെ അടുത്ത് വേദനിക്കാൻ തുടങ്ങി. ഈശോ പറഞ്ഞു, ഞാൻ മരണകരമായ ദുഃഖമാണ് അനുഭവിക്കുന്നത്, നിങ്ങൾ 1 മണിക്കൂർ എന്നോട് കൂടെ ഉണർന്നിരിക്കുവിൻ. ഞാൻ മരണകരമായ ദുഃഖമാണ് അനുഭവിക്കുന്നത്, നിങ്ങൾ 1 മണിക്കൂർ എന്നോട് കൂടി ഉണർന്നിരിക്കുവിൻ. അതിനുശേഷം ഈശോ മുന്നോട്ട് പോയി പ്രാർത്ഥിച്ചു. തിരിച്ചു വന്നപ്പോൾ ശിഷ്യന്മാർ ഉറങ്ങുന്നതായി കണ്ടു. ഈശോയുടെ അടുത്ത് എന്തു മറുപടി പറയണമെന്ന് അവർക്കറിഞ്ഞുകൂടായിരുന്നു. എന്നാൽ ഈശോ അവരെ ആശ്വസിപ്പിച്ചു. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 38-ാം വാക്യത്തിൽ പറയുന്നു, ഈശോ പത്രോസിനോട് പറഞ്ഞു, ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. തൻ്റെ കൂടെ 1 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ശിഷ്യന്മാരോട് ചോദിച്ചിട്ടും അവർ ഉറങ്ങുന്നത് കണ്ട് ഈശോ അവരെ കുറ്റപ്പെടുത്തിയില്ല. ഈശോ ഏറ്റവും സ്നേഹിച്ച 3 ശിഷ്യന്മാർ, ഈശോയുടെ ജീവിതത്തിലെ എല്ലാ പ്രധാന സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച 3 ശിഷ്യന്മാർ, പത്രോസും യാക്കോബും യോഹന്നാനും. ജായിറോസിൻ്റെ പുത്രിയെ ഉയർപ്പിച്ചപ്പോഴും ഈ പത്രോസും യാക്കോബും യോഹന്നാനും ഈശോയുടെ കൂടെയുണ്ടായിരുന്നു. രൂപാന്തരീകരണ സമയത്ത് താബോർ മലയിൽ വെച്ചും പത്രോസും യാക്കോബും യോഹന്നാനും ഈശോയുടെ കൂടെയുണ്ടായിരുന്നു. എങ്കിലും ഈശോയുടെ വേദനയുടെ സമയത്ത് ഉണർന്നിരിക്കാൻ അവർക്ക് സാധിച്ചില്ല. ഈശോ അവരെ ആശ്വസിപ്പിക്കുന്നു. ശരീരം ബലഹീനമാണ്, ആത്മാവ് സന്നദ്ധമെങ്കിലും. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ നമുക്കൊരു കാരണം കണ്ടെത്താൻ സാധിച്ചാൽ, മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നമുക്കൊരു കാരണം കണ്ടെത്താൻ സാധിച്ചാൽ, നമ്മളും സ്വർഗീയരായി ദൈവപുത്ര സ്ഥാനത്തിന് അർഹരായിത്തീരും. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ അവരിൽ ഒരു കാരണം കണ്ടെത്താൻ സാധിക്കണം. കുരിശിൻ്റെ വഴിയിൽ ഈശോ ഓരോരുത്തരോട് ക്ഷമിക്കുന്നത് അവരിൽ ഒരു കാരണം കണ്ടെത്തിയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം ഓർമ്മയിൽ വരുന്നു. ഏകദേശം 22 വർഷങ്ങൾക്ക് മുൻപ് കാസർഗോഡ് ജില്ലയിൽ നടന്ന ഒരു സംഭവമാണ്. ഒരു കുടുംബത്തിൽ ഒരു അമ്മയും ഒരു മകനും ജീവിച്ചിരുന്നു. അപ്പൻ ചെറുപ്പത്തിലേ മരിച്ചുപോയി. അമ്മ കൂലിപ്പണി ചെയ്താണ് ഈ മകനെ വളർത്തിയത്. അയൽപക്കത്തെ വീടുകളിൽ പോയി പണിയെടുത്തും പാത്രം കഴുകിയും വീടുകൾ അടിച്ചുവാരിയും ഒക്കെ അമ്മ ഈ മകനെ വളർത്തിക്കൊണ്ടുവന്നു. മകൻ നന്നായിട്ട് പഠിച്ചു. 10-ാം ക്ലാസ് വരെ ഈ മകനെ പഠിപ്പിക്കാൻ അമ്മയ്ക്ക് സാധിച്ചുള്ളൂ. കാരണം പിന്നെ പഠിപ്പിക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയില്ലായിരുന്നു. അതുകൊണ്ട് 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഈ മകനും അമ്മയുടെ കൂടെ ജോലി ചെയ്യാൻ തുടങ്ങി. മകനൊരു നല്ല കുട്ടിയായിരുന്നു. അവൻ പള്ളിയിൽ പോകുമായിരുന്നു. അവൻ അനുസരണക്കേട് കാട്ടുന്നവനല്ലായിരുന്നു, നന്നായി അധ്വാനിക്കുന്നവനായിരുന്നു. ഈ അമ്മയും മകനും സന്തോഷത്തോടെ ജീവിച്ചു പോന്നു. മകന് 10-25 വയസ്സായി. അപ്പോൾ മകൻ്റെ വിവാഹം നടന്നു. വിവാഹത്തിന് ശേഷം ഈ വന്ന മരുമകളും അമ്മയുമായിട്ട് നല്ല സ്വരച്ചേർച്ചയല്ലാത്തതിനാൽ മകൻ പറഞ്ഞു, അമ്മയെ ഞങ്ങൾ വേറൊരു വീട്ടിലേക്ക് മാറി താമസിച്ചോളാം. അങ്ങനെ അമ്മയും മകനും രണ്ട് സ്ഥലത്ത് താമസിക്കാൻ തുടങ്ങി. അമ്മ പഴയ വീട്ടിൽ തന്നെ താമസിക്കുന്നു, മകൻ കുറച്ചു ദൂരെ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുന്നു.
അങ്ങനെ ഇരിക്കുമ്പോൾ വലിയ ഒരു മഴയും വെള്ളപ്പൊക്കവും നാട്ടിലുണ്ടായി. അമ്മ താമസിക്കുന്ന വീട് മുഴുവൻ വെള്ളത്തിൽ നിറഞ്ഞു. അപ്പോൾ അമ്മ തനിക്കുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് വീടിൻ്റെ തട്ടിൻപുറത്തിട്ടു. ഒരു ചെറിയ സഞ്ചിയിൽ കുറച്ച് സാധനങ്ങളുമായി മകൻ്റെ വീട്ടിലേക്ക് പോയി. മകൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മകന് സന്തോഷമായി. അമ്മയെ സ്വീകരിച്ചു. നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. 2-3 ദിവസം അമ്മ മകൻ്റെ കൂടെ താമസിച്ചു. 3-ാം ദിവസം അമ്മ പറഞ്ഞു, മോനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുക. കാരണം വീട്ടിലെ അവസ്ഥയൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇപ്പോൾ വെള്ളമൊക്കെ കുറഞ്ഞല്ലോ, എനിക്ക് വീട് അടിച്ചു വാരണം, വൃത്തിയാക്കണം, അതിന് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോവുക. മകൻ പറഞ്ഞു, ഞാൻ അമ്മയെ വീട്ടിൽ കൊണ്ടുപോയി ആക്കാം. അങ്ങനെ അവർ 2 പേരോട് നടന്നു. മകൻ അമ്മയുടെ ബാഗ് എടുത്ത് കയ്യിൽ പിടിച്ചു. അമ്മ മുന്നേ നടക്കുന്നു, മകൻ പുറകെ നടന്നു പോകുന്നു. പോകുന്ന വഴിക്ക് ഒരു ഒറ്റത്തടി പാലം കടന്നു പോകണമായിരുന്നു. ഒരു വലിയ തോടായിരുന്നു, അവിടെ ഒരു ഒറ്റത്തടി പാലം കടന്നു പോകണമായിരുന്നു. ആ സമയത്ത് ഈ അമ്മ മുന്നിൽ നടക്കുന്നു, മകൻ പുറകെ നടക്കുന്നു. കൃത്യം ഈ തോടിൻ്റെ നടുവിലെത്തിയപ്പോൾ മകൻ അമ്മയെ തള്ളി വെള്ളത്തിലേക്ക് താഴെ ഇട്ടു. അമ്മ ഇങ്ങനെ വെള്ളത്തിൽ വീണ് മുങ്ങിയും പൊങ്ങിയും കല്ലിലിടിച്ചുമൊക്കെ അമ്മ ഇങ്ങനെ പോവുകയാണ്. അപ്പോഴതിൻ്റെ കരയിൽ ആരോ ഇരുന്ന് മീൻ പിടിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ ഈ അമ്മ വെള്ളത്തിൽ വീഴുന്നത് കണ്ട് അമ്മയെ വലിച്ച് പുറത്തിട്ട് അമ്മയെ ആശുപത്രിയിലാക്കി. കാരണം അമ്മയുടെ കാലും കൈയുമൊക്കെ ഒടിഞ്ഞായിരുന്നു. കാരണം വെള്ളത്തിൽ കല്ലിലൊക്കെ ഇടിച്ച് കുറേ പരിക്കുണ്ടായിരുന്നു. അമ്മയെ ആശുപത്രിയിലാക്കി. ആരൊക്കെ കണ്ട് ഈ മകനാണ് അമ്മയെ വെള്ളത്തിൽ തള്ളിയിട്ടതെന്ന്. അവർ ഈ മകനെ പിടിച്ച് കുറേ മർദ്ദിച്ചതിന് ശേഷം പോലീസുകാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അങ്ങനെ അവസാനം കേസായി. അമ്മ കുറേ നാൾ കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി. കേസ് കോടതിയിലെത്തി. കോടതിയിൽ വെച്ച് ജഡ്ജി അമ്മയോട് ചോദിച്ചു, അമ്മ ഈ മകനാണോ അമ്മയെ വെള്ളത്തിൽ തള്ളിയിട്ടത്? അപ്പോൾ അമ്മ ജഡ്ജിയോട് പറഞ്ഞു, ആരെങ്കിലും അങ്ങനെ സ്വന്തം അമ്മയെ തള്ളി വെള്ളത്തിലിടുവോ സാറേ? അത് ചോദിക്കുന്നത് കേട്ടപ്പോൾ വക്കീലിന് മനസ്സിലായി ഈ മകനല്ല തള്ളിയിട്ടത്, അല്ലെങ്കിൽ അമ്മ മകനാണ് തള്ളിയിട്ടതെന്നുള്ള വാദം നിഷേധിച്ചു. അപ്പോൾ മകനെ വെറുതെ വിട്ടു. 2 പേരും പുറത്തെത്തി. ആദ്യമായിട്ടാണ് ഈ സംഭവത്തിന് ശേഷം അമ്മയും മകനും ഒന്നിച്ച് കാണുന്നത്. അപ്പോൾ പത്രക്കാരൊക്കെ ഓടി വന്നു. അവർ ചോദിച്ചു, അമ്മ ഈ മകൻ തന്നെയല്ലേ അമ്മയെ വെള്ളത്തിൽ തള്ളിയിട്ടത്? ഇങ്ങനെയുള്ള മക്കളൊന്നും രക്ഷപ്പെടാൻ പാടില്ല, അവർ ജയിലിൽ തന്നെ കിടക്കണം, അവർ ശിക്ഷ അനുഭവിക്കണം. അപ്പോൾ ആദ്യമായിട്ട് മകൻ അമ്മയെ കാണുകയും അമ്മ മകനെ കാണുകയും ഒക്കെ ഈ സംഭവത്തിന് ശേഷം ചെയ്യുന്നത് കൊണ്ട് അവർ ഒരുപാട് വിഷമവും സങ്കടവും ഒക്കെ വന്നു. അമ്മയും കരഞ്ഞു, മകനും കരഞ്ഞു. എങ്കിലും അമ്മ മകനോട് ചോദിച്ചു, എന്നാലും എന്തിനാടാ മോനെ നീ എന്നെ ഈ വെള്ളത്തിലേക്ക് തള്ളിയിട്ടത്? അപ്പോൾ മകൻ പറഞ്ഞു, അന്ന് അപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് സർക്കാർ 20,000 രൂപ നൽകുന്നുണ്ടായിരുന്നു. ആ 20,000 രൂപയ്ക്ക് വേണ്ടിയാണ് ഞാൻ അമ്മയെ തള്ളിയിട്ടത്. അപ്പോൾ പത്രക്കാർക്ക് വീണ്ടും ആവേശമായി. അവർ അമ്മയോട് ചോദിച്ചു, ഇത് അമ്മയോട് എന്തെങ്കിലും വൈരാഗ്യമുള്ളത് കൊണ്ടല്ല, പണത്തിന് വേണ്ടിയാണ് അമ്മയെ തള്ളിയിട്ടത്. അപ്പോൾ അമ്മ മകനോട് പറയുന്നൊരു വാക്യമുണ്ട്, അത് എൻ്റെ മകന് പണത്തിൻ്റെ അത്യാവശ്യമുള്ളത് കൊണ്ടാണ് എന്നെ തള്ളി താഴെയിട്ടത്, ഇല്ലായിരുന്നെങ്കിൽ അവൻ എന്നെ തള്ളി താഴെയിടുകയില്ലായിരുന്നു. ഇവിടെ അമ്മ മകനിൽ ക്ഷമിക്കാനൊരു കാരണം കണ്ടെത്തി. മകനോട് ക്ഷമിക്കാൻ അമ്മയൊരു കാരണം കണ്ടെത്തി. ഈശോ കുരിശിലെ യാത്രയിൽ മറ്റുള്ളവരോട് ക്ഷമിക്കാനൊരു കാരണം കണ്ടെത്തുന്നുണ്ട്. കുരിശിലെ യാത്ര ക്ഷമയുടെ വലിയ ഉദാഹരണങ്ങളാണ്. ശിഷ്യന്മാരോട് ക്ഷമിക്കാൻ ഈശോ ഒരു കാരണം കണ്ടെത്തി. ശരീരം ബലഹീനമാണ് എന്ന ഒരു കാരണം. അതുകൊണ്ടാണ് നിങ്ങൾ ഉറങ്ങിപ്പോയത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നോട് കൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയാതെ പോയത്. ഈ ക്ഷമയുടെ മാതൃക എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് രക്ഷയുടെ അനുഭവമായി തീരും. വീണ്ടും കുരിശിൻ്റെ വഴിയിൽ നമ്മൾ മുന്നോട്ട് കാണുന്നുണ്ട്. ഗെത്സെമനിൽ യേശുവിനെ പിടിക്കാൻ മുന്നോട്ട് വരുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് യൂദാസാണ്. ഈശോ ഏറ്റവും വിശ്വസിച്ച ശിഷ്യൻ ആരെന്ന ചോദ്യത്തിന് ഉത്തരം അത് യൂദാസ് എന്നാണ്. കാരണം ഈശോ ഏറ്റവും സ്നേഹിച്ചത് യോഹന്നാനെ ആയിരിക്കാം, സഭയുടെ തലവനായി നിയോഗിച്ചത് പത്രോസിനെ ആയിരിക്കാം, എങ്കിലും ഏറ്റവും വിശ്വസിച്ചത് യൂദാസിനെയാണ്. കാരണം വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, അവൻ്റെ കയ്യിലായിരുന്നു പണസഞ്ചി. ഏറ്റവും വിശ്വസിക്കുന്നവരുടെ കയ്യിലാണ് നമ്മൾ പണമേൽപ്പിക്കാറുള്ളൂ. ഇവിടെ ഈശോ യൂദാസിനെ ഏറ്റവും വിശ്വസിച്ചു, എങ്കിലും പണത്തിന് വേണ്ടി യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുത്തു. ഇവിടെയും യൂദാസിനോട് ഈശോ ക്ഷമിച്ചു, സ്നേഹിത എന്ന് വിളിച്ചു. ഇത് ക്ഷമയുടെ, സ്നേഹത്തിൻ്റെ മാതൃകയാണ്. അവിടെയാണ് അത്ഭുതം നടക്കുന്നത്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, യേശുവിനെ പിടിക്കാൻ വന്ന പടയാളികളുടെ കൂട്ടത്തിൽ മുൻപിൽ നിന്ന മാൽക്കൂസ്, അവൻ്റെ ചെവി പത്രോസ് ഛേദിച്ചപ്പോൾ വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, ഈശോ ചെവി തൊട്ടു സുഖപ്പെടുത്തി. ഈശോയുടെ അത്ഭുതങ്ങളിൽ ഏറ്റവും പ്രധാന അത്ഭുതം, ഏറ്റവും സ്നേഹത്തോടെ ചെയ്യുന്ന അത്ഭുതങ്ങളെല്ലാം തൊട്ടുകൊണ്ടുള്ള അത്ഭുതമായിരുന്നു. ഈശോ കുഷ്ഠരോഗിയെ തൊട്ടു സുഖപ്പെടുത്തി. ഇവിടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നു, ഈശോ മാൽക്കൂസിനെ തൊട്ടു സുഖപ്പെടുത്തി. യേശുവിനെ പിടിക്കാൻ വന്ന മുൻപിൽ നിന്ന മാൽക്കൂസിനെയും ഈശോ ഒരുപാട് സ്നേഹിച്ചു. അവിടെയാണ് അത്ഭുതം നടക്കുക.
കുരിശിൻ്റെ വഴിയിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്ന് അവിടെ മാൽക്കൂസിനെ തൊട്ടു സുഖപ്പെടുത്തി. ഇനി കുരിശിൻ്റെ വഴിയിൽ നടക്കുന്ന വലിയ ഒരു അത്ഭുതം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാണുന്നുണ്ട്. യേശു ഗലീലക്കാരനാണെന്ന് കണ്ട് പീലാത്തോസ് യേശുവിനെ ഹേറോദേസിൻ്റെ അടുക്കലേക്ക് അയച്ചു. ഈശോ ഹേറോദേസിൻ്റെ അടുക്കലെത്തി. ഹേറോദേസിന് വലിയ സന്തോഷമായി. കാരണം യേശുവിനെക്കുറിച്ച് ഹേറോദേസ് ഒരുപാട് കേട്ടിരുന്നു. അതുകൊണ്ട് അവനിൽ നിന്നൊരു അത്ഭുതം കാണണമെന്ന് ആഗ്രഹിച്ചു. ഒരു അത്ഭുതം പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈശോയ്ക്ക് രക്ഷപ്പെടാമായിരുന്നു. എന്നാൽ ഈശോ ഒരു അത്ഭുതവും അവിടെ പ്രവർത്തിച്ചില്ല എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നു. വിശുദ്ധ സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം കാണുന്നുണ്ട്, ഈശോ തനിക്ക് വേണ്ടി ഒരത്ഭുതവും പ്രവർത്തിച്ചില്ല. 40 രാവും 40 പകലും ഉപവസിച്ച് വിശന്നിരുന്നപ്പോൾ യേശുവിൻ്റെ അടുത്ത് സാത്താൻ വന്ന് പറഞ്ഞു, നീ കല്ലുകൾ അപ്പമാക്കി ഭക്ഷിക്കുക. അപ്പോൾ ഈശോ പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. ദൈവവചനം കൊണ്ടാണ് ജീവിക്കുന്നത്. തനിക്ക് വിശന്നപ്പോൾ ഈശോ അത്ഭുതം പ്രവർത്തിച്ച് അപ്പം ഭക്ഷിച്ചില്ല. എന്നാൽ ജനം യേശുവിൻ്റെ അടുത്ത് വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് വിശക്കുന്നുവെന്ന് കണ്ട് അവർക്ക് വേണ്ടി അപ്പം വർദ്ധിപ്പിച്ച് അത്ഭുതം പ്രവർത്തിപ്പിച്ച് നൽകി. തനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാത്ത ഈശോ മറ്റുള്ളവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ഈശോ തനിക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിച്ചിരുന്നെങ്കിൽ കാൽവരിയിലെ കുരിശുയാത്ര ഒഴിവാക്കാമായിരുന്നു, കഠോരമായ പീഡകൾ ഒഴിവാക്കാമായിരുന്നു. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, ഈശോ ഒരു അത്ഭുതവും അവിടെ പ്രവർത്തിച്ചില്ല. അതിനാൽ ഹേറോദേസും പടയാളികളും കൂടി ഈശോയെ നിന്ദിച്ച് അപമാനിച്ച് വിലയേറിയ ഒരു വസ്ത്രവും ധരിപ്പിച്ച് അവനെ തിരിച്ചയച്ചു. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട്, ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 12-ാം വാക്യത്തിൽ, എന്നാൽ ഈശോ അവിടെ ചെയ്ത വലിയ ഒരു അത്ഭുതത്തെക്കുറിച്ച് പറയുന്നു. ഹെറോദേസിനെ കാണിക്കാൻ വേണ്ടി ഒരു അത്ഭുതവും ചെയ്തില്ലെങ്കിലും അതിശക്തമായ ഒരു അത്ഭുതം കുരിശിൻ്റെ ഈ യാത്രയിൽ അപമാനിതനായി, നിന്ദിതനായി, പീഡിതനായി ഹെറോദേസിൻ്റെ കൊട്ടാരത്തിൽ നിന്നും പീലാത്തോസിൻ്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വന്ന വഴി ഈശോ നടത്തി. അത് വിശുദ്ധ ഗ്രന്ഥം ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നു, അന്നു മുതൽ ശത്രുതയിലായിരുന്ന ഹെറോദേസും പീലാത്തോസും മിത്രങ്ങളായി. ശത്രുക്കളായിരുന്ന ഹെറോദേസും പീലാത്തോസും അന്നു മുതൽ മിത്രങ്ങളായി. കുരിശ് യാത്രയിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്ന്, 2 ശത്രുക്കളെ അവിടുന്ന് മിത്രങ്ങളാക്കി. യേശുവിൻ്റെ രക്ഷാകരമായ സാന്നിധ്യമാണ് കുരിശ്. ഓരോ ദുഃഖവെള്ളിയാഴ്ചയും നമ്മുടെ കുടുംബങ്ങളിലേക്ക് വലിയ സമാധാനവും സ്നേഹവും കൃപയും കടന്നു വരണം. യേശുവിൻ്റെ കുരിശ് യാത്ര, യേശുവിൻ്റെ പീഡാസഹനത്തിൻ്റെ അനുസ്മരണം നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനങ്ങളായി മാറണം. യേശുവിൻ്റെ കുരിശിനെ അനുഗമിക്കുന്ന നമ്മുടെ കുടുംബത്തിലുണ്ടാകേണ്ട വേറെ ഒരു വലിയ അത്ഭുതം വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നു. യേശുവിൻ്റെ കുരിശ് വഹിക്കുവാൻ അവർ ശിമയോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നിയോഗിച്ചു. ആ മനുഷ്യനെക്കുറിച്ച് പറയുമ്പോൾ കുറേ പ്രത്യേകതകൾ പറയുന്നുണ്ട്. അയാൾ കെവ്രിൻകാരനായ മനുഷ്യനായിരുന്നു. അയാൾ വീട്ടിലേക്ക് പോവുകയായിരുന്നു, വയലിൽ നിന്ന് വരികയായിരുന്നു. അങ്ങനെയാണെങ്കിൽ വയലിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിക്കാനായി തൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അയാൾക്ക് യാതൊരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല ഈശോയുടെ കുരിശ് വഹിക്കാൻ. കാരണം വീട്ടിൽ പോകണം, ഭക്ഷണം കഴിക്കണം, അല്പം വിശ്രമിക്കണം, തിരിച്ച് വീണ്ടും വയലിലേക്ക് പോകണം. ഇതായിരുന്നു അയാളുടെ ആഗ്രഹം. എന്നാൽ യേശുവിൻ്റെ കുരിശ് വഹിക്കാൻ അവർ അയാളെ നിർബന്ധിച്ചു. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, ഇയാളുടെ 2 മക്കളുടെ പേര് അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവായിരുന്നു ഈ ശിമയോൻ. ഈ 2 മക്കളുടെ പേര് പറയുന്നതിനൊരു കാരണമുണ്ട്. സുവിശേഷങ്ങൾ എഴുതുന്ന സമയമായപ്പോഴേക്കും ഈ ശിമയോൻ മരിച്ചുപോയി. സുവിശേഷകന്മാർ ശിമയോനെ പരിചയപ്പെടുത്തുമ്പോൾ ഈ 2 മക്കളുടെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നതിൻ്റെ കാരണം ആദിമ സഭയിലെ 2 വിശുദ്ധരായ പ്രേക്ഷിതരായിരുന്നു അലക്സാണ്ടറും റൂഫസും. ഈ അലക്സാണ്ടറിനെയും റൂഫസിനെയും ആദിമ ക്രൈസ്തവ സമൂഹത്തിന് പരിചയമുണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് ഈ സുവിശേഷങ്ങളിലൂടെ അവരെ പരിചയപ്പെടുത്തുന്നത്. മത്തായിയും മർക്കോസും ലൂക്കായും യോഹന്നാനും ഏത് ദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി സുവിശേഷം എഴുതിയോ ആ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഈ അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പേരിലാണ്. ഈ സുവിശേഷകന്മാർ ചോദിക്കുന്നു, നിങ്ങൾക്കറിയാമോ ഈശോയുടെ കുരിശ് ചുമന്ന ഈ ശിമയോൻ ആരാണെന്ന്? അത് നമ്മുടെ കൂടെയുള്ള വിശുദ്ധ പ്രേക്ഷിതരായ അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവാണ്. അല്പസമയം യേശുവിൻ്റെ കുരിശ് കാൽവരിയിലേക്കുള്ള യാത്രയിൽ ചുമന്നപ്പോൾ ഈ ശിമയോൻ നേടിയത് തൻ്റെ 2 മക്കളെയാണ്. വിശുദ്ധരായ 2 മക്കളെ നേടാൻ ഈ ശിമയോന് സാധിച്ചു. കുരിശിൻ്റെ യാത്ര നമ്മുടെ ജീവിതത്തിലെ വേദനകൾ, പീഡകൾ, നാം ഓരോ ദിവസവും അർപ്പിക്കുന്ന ദിവ്യബലികൾ നമുക്ക് നൽകുന്നത് വിശുദ്ധരായ കുടുംബാംഗങ്ങളെയാണ്. നമ്മുടെ ജീവിതത്തിലെ
പ്രിയപ്പെട്ടവരെ വിശുദ്ധരാകാൻ വിശുദ്ധ കുരിശിൻ്റെ വഴിയിലൂടെയുള്ള യാത്ര നമ്മെ സഹായിക്കും. ശിമിയോൻ തൻ്റെ മക്കളെ നേടിയതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രിയപ്പെട്ടവരെ നേടാൻ കുരിശിൻ്റെ വഴിയിലെ യാത്ര നമ്മെ സഹായിക്കും. വീണ്ടും കുരിശിൻ്റെ വഴിയിൽ ക്ഷമയുടെ വലിയ ഒരു മാതൃക നമ്മൾ കാണുന്നുണ്ട്. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പ്രാർത്ഥിക്കുന്നു, പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ല. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ല. അവസാനം പിതാവിൻ്റെ കരങ്ങളിൽ തൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നതിന് മുൻപ് ഈശോ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. ജീവിതത്തിൽ ഓരോ വിശുദ്ധ കുർബാനയിൽ കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ അഭിഷേകത്തിന് നാം പ്രാർത്ഥിക്കുമ്പോഴും, ഓരോ ദുഃഖവെള്ളിയാഴ്ചയും കർത്താവിൻ്റെ കുരിശിനെ പിൻചെല്ലുമ്പോഴും നാം പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെ നമുക്കെതിരായിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ, ആരോട് നമ്മൾക്ക് ക്ഷമിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ, ആരൊക്കെ നമ്മെ ഉപദ്രവിച്ചു എന്ന് നാം വിചാരിക്കുന്നോ, അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കേണ്ട ദിനമാണ് ദുഃഖവെള്ളിയാഴ്ച. ഈശോ പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ആ പ്രാർത്ഥനയിൽ കുരിശിൻ്റെ വഴിയിലുള്ള ഓരോ മനുഷ്യരും ഉണ്ടായിരുന്നു. ഈശോയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടും പ്രാർത്ഥിക്കാൻ കഴിയാതെ വന്ന ശിഷ്യന്മാരും, ഈശോയെ ഒറ്റിക്കൊടുത്ത യൂദാസും, അവിടുത്തെ ബന്ധിക്കാൻ വന്ന പടയാളികളും, അവിടുത്തെ വിധിച്ച കയ്യഫാസും അന്നാസും ഹെറോദേസും പീലാത്തോസും, അവിടുത്തെ ചമ്മട്ടി കൊണ്ടടിച്ച പടയാളികളും, നിന്ദിച്ചവരും പീഡിപ്പിച്ചവരും കുരിശ് എടുത്തുകൊടുത്തവരും അവിടുത്തെ അപമാനിച്ചവരും കുരിശിൽ തറച്ചവരെയും എല്ലാവരെയും ഒന്നിച്ചുകൂട്ടി കർത്താവ് അവസാനം പിതാവിൻ്റെ മുന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. പിതാവേ, ഞാൻ ഇവരോടെല്ലാം ആ സമയത്ത് തന്നെ ക്ഷമിച്ചു, അങ്ങും കൂടി ക്ഷമിക്കണമേ എന്ന് പിതാവിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കുരിശിൻ്റെ വഴിയെ അനുഗമിച്ച് നമുക്ക് കർത്താവിൻ്റെ കുരിശിനെ പിൻചെന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. തിരുരക്തത്തിൻ്റെ വലിയ അഭിഷേകം, കുരിശിൻ്റെ വഴിയിലെ വലിയ അത്ഭുതങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കണം. ഈശോ മാൽക്കൂസിനെ തൊട്ട് സുഖപ്പെടുത്തിയതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലും വലിയ സൗഖ്യമുണ്ടാകണം. അതിന് ക്ഷമ നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ഈശോ പത്രോസിനോട് ക്ഷമിക്കാൻ ഒരു കാരണം കണ്ടെത്തിയതുപോലെ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നമുക്കും ഒരു കാരണം കണ്ടെത്താൻ സാധിക്കണം. ഹെറോദേസും പീലാത്തോസും മിത്രങ്ങളായതുപോലെ എല്ലാവരോടും ക്ഷമിച്ച് സ്നേഹിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. അവസാനം ശിമിയോൻ തൻ്റെ 2 മക്കളെ കുരിശിൻ്റെ യാത്രയിൽ നേടിയതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവരെ കർത്താവിനായി നേടാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള വലിയ കൃപാവരമാണ് വിശുദ്ധ കുരിശിൻ്റെ അഭിഷേകം, തിരുരക്തത്തിൻ്റെ അഭിഷേകം ഓരോ ദുഃഖവെള്ളിയാഴ്ചയും നമുക്ക് സമ്മാനിക്കുന്നത്. ഇതേ അനുഭവം തന്നെയാണ് ഓരോ വിശുദ്ധ ബലിയിലൂടെയും കർത്താവ് നമുക്ക് നൽകുന്നത്. ഓരോ വിശുദ്ധ കുർബാനയും കുരിശിലെ ബലിയുടെ ആവർത്തനമാണ്. പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 26-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണമാണ് അവിടുത്തെ 2ാമത്തെ ആഗമനം വരെ പ്രഖ്യാപിക്കുന്നത്. ഓരോ വിശുദ്ധ കുർബാനയും കുരിശിലെ ബലിയുടെ ആവർത്തനമാണ്. ആ ഓരോ വിശുദ്ധ കുർബാനയിലും നമുക്ക് ക്ഷമയുടെ വലിയ ഉദാഹരണങ്ങൾ ഉണ്ടാകണം. ഓരോ വിശുദ്ധ ബലിയിലും സമാധാനത്തിൻ്റെ വലിയ മാർഗങ്ങൾ ഉണ്ടാകണം. ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കണം. ഇന്നത്തെ ഈ കുരിശിൻ്റെ വഴിയിൽ കർത്താവ് നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.